ട്രസ്റ്റ് മീ, ഈ വീഡിയോ ഞാനൊരു ഡ്രോൺ യൂസ് ചെയ്തെടുത്തിട്ടുള്ളതല്ല. ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ചുമ്മാ കയറി നമുക്ക് ഇതിനകത്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആദ്യമേ തന്നെ നമുക്ക് അതിനകത്ത് ഒരു അക്കൗണ്ട് തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ഒരു 1 to 2 ഡേയ്സിൽ അവരത് അപ്രൂവ് ചെയ്യും. അതിനുശേഷം വീണ്ടും ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക, എന്നിട്ട് അവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള വീഡിയോയുടെ റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും ഒക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവരുടെ തന്നെ ഒരു ഇൻബിൽറ്റ് വീഡിയോ എഡിറ്റർ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻ്റെ പേര് ടൈപ്പ് ചെയ്ത് അങ്ങോട്ടേക്ക് പോവാം. ഇനി ക്യാമറ ആംഗിൾസിന് വേണ്ടിയിട്ട് ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ആ ഒരു കീ ഫ്രെയിംസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രോൺ ലൈക്ക് മൂവ്മെന്റ് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണ് തോന്നിക്കഴിഞ്ഞാൽ റെൻഡർ ചെയ്യാനായിട്ട് ഇടാം. റെൻഡറിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു ഇമെയിൽ വരും. ആ ഇമെയിലിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഉണ്ടാവും. ആൻഡ് ഫൈനലി കുറച്ചും കൂടി ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ മെയിൻ എഡിറ്ററായ ഡാവിഞ്ചിയിലിട്ട് ഇതൊന്നും കൂടി കളർ ഗ്രേഡ് ചെയ്യുകയും ആ ഒരു മോഷൻ ബ്ലറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ 10 പൈസ ചിലവില്ലാതെ 3D മാപ്പ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സിറ്റീസിലും എല്ലാ കൺട്രീസിലും പോയി ഇതുപോലെ ഒരു ഡ്രോൺ ഷോട്ട് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് പറ്റും. സോ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക.